നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ജനുവരി മാസം 19-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിക്കും. ഈ മാസം 31 മുതൽ 2 ഘട്ടമായാകും ബജറ്റ് സമ്മേളനം ചേരുകയെന്ന് സർക്കാർ അറിയിച്ചു. ഫെബ്രുവരി 13 വരെയാണ് ആദ്യഘട്ടം. മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെയാണ് രണ്ടാം ഘട്ടം. ഫെബ്രുവരി 7-നാണ് സംസ്ഥാന ബജറ്റ്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിച്ചിരുന്നു. നികുതി അടയ്ക്കുന്നതും ഇതുമായി സംബന്ധിച്ചുള്ള എല്ലാ പ്രക്രിയകളും ലളിതമാക്കുമെന്നാണ് പ്രതീക്ഷ. വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും കൂടാതെ തന്നെ പ്രവാസികൾക്കുമുള്ള നികുതി പ്രക്രിയകൾ അത് സർക്കാർ ലഘൂകരിച്ചേക്കും. ബിസിനസ്സുകൾക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതായത് MSMEകൾക്കും GST സ്ലാബുകൾ പരിഷ്കരിക്കപ്പെട്ടേക്കാം. വേഗത്തിലുള്ള റീഫണ്ടുകളും ഉണ്ടായേക്കാം. GST സംവിധാനം ലളിതമാക്കുന്നത് വ്യവസായ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് പ്രോത്സാഹനം നൽകും. വായ്പ എടുക്കുന്നവർക്ക് ഉയർന്ന പലിശ നിരക്ക് വെല്ലുവിളി സൃഷ്ടിക്കുമ്പോൾ ഇതിനെ മറികടക്കാനുള്ള എന്തെല്ലാം ആനുകൂല്യങ്ങൾ ധനമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ നഗരപ്രദേശങ്ങളിൽ വീടുകളുടെ വില കുതിച്ചുയരുന്നതിനാൽ തന്നെ ഉയർന്ന ഇളവുകൾ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്ററി സമിതിയുടെ പ്രധാന നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. പരമാവധി 400 രൂപ വരെ ആയിട്ട് ഉയർത്തുന്ന ഒരു നടപടിയായിരിക്കും ക്രമീകരിക്കുക. ഏറ്റവും ഉയർന്ന വേതനമായിട്ട് 400 രൂപയായിരിക്കും പ്രതിദിന വേതനമായിട്ട് ഉയർത്തുന്നത്. അതുമാത്രമല്ല, തൊഴിൽ ദിനങ്ങളുടെ എണ്ണം ഉയർത്തുന്ന കാര്യങ്ങളിലും ഇപ്പോൾ പാർലമെന്ററി സമിതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഇപ്പോഴുള്ള തുക അത് ജീവിത ചെലവുകൾ കൂടി കണക്കാക്കുമ്പോൾ പര്യാപ്തമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന്റെ വേതന പരിഷ്കരണത്തെ സംബന്ധിച്ച പ്രധാന നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ പല ആളുകളും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സ്കീമിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നോട്ട് പോയവരെ എല്ലാം തന്നെ പദ്ധതിയിലേക്ക് വീണ്ടും സജീവമാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. കേന്ദ്ര ബജറ്റിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: റേഷൻ കടകളിൽ ഭക്ഷ്യസാധനങ്ങൾക്ക് ക്ഷാമം. പച്ചരിക്കാണ് കൂടുതൽ ക്ഷാമം. പുഴുക്കലരിയും കുത്തരിയും ആവശ്യത്തിന് കൊടുക്കാനില്ലാത്ത അവസ്ഥയുണ്ട്. റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം കൂടി വരുന്നതോടെ ജനങ്ങൾ വലയുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതോടെ റേഷൻ വിതരണത്തിന്റെ പ്രതിസന്ധി ഇരട്ടിയാകും. റേഷൻ വ്യാപാരികൾ പലവട്ടം കടയടപ്പ് സമരം അടക്കം നടത്തിയതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഈ സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. നിലവിലെ സമരത്തെ തുടർന്ന് ഓരോ കാർഡ് ഉടമയ്ക്കും പൂർണ്ണ വിഹിതം നൽകാനുള്ള അരിയും ഗോതമ്പും ആട്ടയും പലയിടത്തുമില്ല. പച്ചരി, പുഴുക്കലരി, അതുപോലെ മട്ടയരി എന്നിവ വിവിധ അളവിലാണ് ഓരോ കാർഡ് ഉടമകൾക്കും നൽകേണ്ടത്. മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരി വരെ ഇങ്ങനെ നൽകേണ്ടതായിട്ടുണ്ട്. ഇതിന് സാധനങ്ങൾ തികയാത്ത സ്ഥിതിയാണ്. ഓരോ മാസവും ആദ്യത്തെ 10 ദിവസമാണ് ഗോഡൌണിൽ നിന്ന് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിക്കുക. നിലവിൽ റേഷൻ കടകളിൽ ഉള്ളതാകട്ടെ ഡിസംബർ ആദ്യവാരം എത്തിച്ച സ്റ്റോക്കാണ്. ഇത് മിക്കതും തീർന്ന സ്ഥിതിയാണ്. സമരം മൂലം ഭക്ഷ്യസാധനങ്ങളുടെ സ്റ്റോക്കിനനുസരിച്ച് ഭക്ഷ്യവിതരണം ക്രമീകരിക്കുമെന്നാണ് വകുപ്പിന്റെ ഉത്തരവ്. വിതരണ കരാറുകാരുടെ സമരം മൂലം പ്രതിസന്ധിയിലായ റേഷൻ വിതരണം സാധാരണ നിലയിലെത്തുവാനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഓരോ റേഷൻ കടകളിലും സ്റ്റോക്കുള്ള ഇനം അരി കാർഡുടമകൾക്ക് നൽകാൻ അവസരമൊരുക്കുന്ന കോമ്പിനേഷൻ സംവിധാനം പുനഃസ്ഥാപിച്ചിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനുവരി മാസത്തിലെ പെൻഷൻ ആനുകൂല്യത്തോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കാനുണ്ട്. ഇതിൽ 6600 രൂപ. ഈ 6600 രൂപയിൽ ഒരു ഗഡു കൂടി സർക്കാർ ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ തനത് മാസത്തെ കൂടി ചേർക്കുമ്പോഴാണ് ഒരാൾക്ക് 3200 രൂപ എന്ന രീതിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, എല്ലാ മാസവും 20-നും 30-നും ഇടയിലുള്ള തീയതികളിലാണ് പെൻഷൻ വിതരണം സാധാരണയായിട്ട് നടക്കുന്നത്. അതോടൊപ്പം 25-നും 30-നും ഇടയിൽ ഉത്തരവ് വന്ന് തുക അക്കൗണ്ടിലേക്ക് ലഭ്യമാകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ വിതരണം ജനുവരി മാസം 27-ാം തീയതിയോടെ ആരംഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ എത്ര ഗഡുക്കളാണ് വിതരണം ചെയ്യുന്നതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. നിലവിൽ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ 2500 കോടി രൂപയോളം വായ്പ എടുത്തിരുന്നു. ഇത് കൂടാതെ 3300 കോടി രൂപയുടെ പ്രത്യേക കേന്ദ്ര സഹായവും സർക്കാരിന് ലഭ്യമായിട്ടുണ്ട്. ഇത് ഏത് രീതിയിൽ ഈ തുക വിനിയോഗിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വരും ദിവസങ്ങളിലെ വ്യക്തത വരികയുള്ളൂ. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ശനിയാഴ്ച ജനുവരി 18-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 15 രൂപയും
പവന് 120 രൂപയുമാണ് കുറഞ്ഞത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 7435 രൂപയിലും പവന് 59,480 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.